പതിര പതിര അരിഞ്ഞ് കഴുകി കുട്ടപ്പനാക്കി കുക്കറിൽ കയറ്റി വേവിച്ച് റെഡിയാക്കി വെച്ചേക്കണത്. അത്യാവശ്യം ഉപ്പിട്ടാണ് വേവിച്ചേക്കണത്. ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 3-4 അല്ലി, ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. വെള്ളത്തിൽ കലക്കിയെടുത്തേക്കാണ് മസാല. കാശ്മീരി ചില്ലി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 നുള്ള്. ഇത് നമുക്ക് വെള്ളത്തിൽ വേണം കലക്കെടുക്കാനായിട്ട്. വെള്ളത്തിൽ ഇരുന്ന് കുതിരണം. മസാല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം വറ്റണം. ഈ മസാല വെള്ളം സവളയൊക്കെ കൂടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ശരിക്കും മസാല മൂത്തെന്ന് മനസ്സിലാവും. നമുക്ക് മൂടി വെച്ചിട്ട് അത്യാവശ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിക്കാൻ. പുഴുങ്ങി വെച്ചേക്കണ പതിര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരിത്തിരി വെള്ളമുണ്ട്. മസാലയൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആഹാ, അടിപൊളി. വെള്ളമൊക്കെ വറ്റി വന്നാൽ പൊട്ടിത്തെറിച്ചതിന് നമുക്ക് പോരാത്ത ഉപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഇതേപോലെ ഇളക്കി ഇതേപോലെ വെള്ളമൊക്കെ വറ്റിക്കണം. ഇതിപ്പോൾ വെള്ളമൊന്നും ഇല്ലല്ലോ, ഒന്നും കൂടി ഇരുന്ന് വറ്റട്ടെ ഇതേപോലെ നല്ലോണം. ഇതാണ് പതിര റോസ്റ്റ്. പതിര ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വറ്റണം. നമുക്കിതിനെ റോസ്റ്റ് എന്ന് വിളിക്കാം, പതിര റോസ്റ്റ്. അപ്പോൾ കർക്കിടകത്തിലേക്ക് ഇത് കഴിക്കണം നല്ലാണ്ട് എല്ലാവരും. ഒരു സ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റത്തെ പരിപാടികളൊക്കെ ഇതുപോലെ ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ടിട്ട് 2 സെക്കൻഡ് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോഴാണ് ഇത് ഈ പരുവത്തിലായിട്ട് കിട്ടണം. മാക്സിമം വെള്ളം വറ്റിച്ചെടുത്താലാണ് ഇതിന് ടേസ്റ്റ്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ബൈ മേജോ FK.